മക്കളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 3-ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ആൻഡ് ഗെറ്റ്സ് റെഡ്യൂസർ എന്നാ പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ല, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് റെഡ്യൂസ് ചെയ്യപ്പെടും എന്നാ പറയുന്നത്. അപ്പൊ മെറ്റൽ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യപ്പെടും. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ സൾഫ്യൂരിക് ആസിഡ് റെഡ്യൂസ് ചെയ്യപ്പെട്ടു, സൾഫർ ഡയോക്സൈഡായി മാറി എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സിഡൈസ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അയാൾക്ക് മെറ്റൽ ഓക്സിഡൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ പറഞ്ഞിരിക്കുന്നതാ സൾഫ്യൂരിക് ആസിഡ് കുറച്ച് ടഫാണ്. സൾഫ്യൂരിക് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ സൾഫ്യൂരിക് ആസിഡ് ഗെറ്റ് റെഡ്യൂസ്ഡ്, സൾഫ്യൂരിക് ആസിഡ് റെഡ്യൂസ് ചെയ്യപ്പെടും. സൾഫ്യൂരിക് ആസിഡ് സൾഫർ ഡയോക്സൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും, മെറ്റൽ ഓക്സിഡൈസ് ചെയ്യപ്പെടും എന്നാ. അതായത് സൾഫ്യൂരിക് ആസിഡ് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് and reason is the correct explanation of assertion. So C ആണ് നമ്മുടെ ആൻസർ അല്ലേ?